നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന കീബോർഡിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. സാധാരണ നമ്മൾ കീബോർഡ് ഉപയോഗിക്കുന്ന ടൈപ്പ് ചെയ്യാനാണെങ്കിൽ എന്നാൽ അതിനേക്കാളും മികച്ചൊരു ഫീച്ചർ കൂടെ നമ്മുടെ കീബോർഡിനകത്തുണ്ട്. എന്താണെന്നാണ് നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഗൂഗിളിൻ്റെ Gboard എന്നുള്ള കീബോർഡിനകത്താണ് ഈ ഫീച്ചർ കൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ കീബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വാട്സപ്പിലാണ് ഞാൻ കീബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ ഈ സെറ്റിങ്സ് ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ക്ലിപ്പ് ബോർഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഇവിടെ കാണാൻ സാധിക്കും. ഈ ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ 3 സെറ്റിങ്സ് നിങ്ങളൊന്ന് ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ പെർമിഷൻ ചോദിക്കും. ആ പെർമിഷൻ കൂടി ഒന്ന് കൊടുക്കും. ഇനി നമ്മൾ എവിടെന്നെങ്കിലും നമ്മുടെ ഫോട്ടോ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് കീബോർഡിനകത്ത് കിട്ടും. അതായത് ടെക്സ്റ്റ് മെസ്സേജ് മാത്രമല്ല, നമുക്ക് ഫോട്ടോസുകൾ ഇനി കീബോർഡിനകത്ത് കിട്ടും. അപ്പോൾ അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഞാൻ ആരുടെയെങ്കിലും ഒരു ഫോട്ടോ ഞാൻ ഇതിനകത്ത് സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ മോഹൻലാൽ ജസ്റ്റ് കാണിച്ചു തരുന്നതിന് വേണ്ടി മോഹൻലാൽ എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതിന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു. ലോങ് പ്രസ് പിടിച്ചപ്പോൾ ഇത് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോറേജിലേക്ക് ഈ ഫോട്ടോ വരും. എന്നാൽ സ്റ്റോറേജിലേക്ക് വരാതെ കീബോർഡിനകത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കോപ്പി ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണും. ഇത് ജസ്റ്റ് ഈ ഫോട്ടോ ഒന്ന് കോപ്പി ചെയ്താൽ മതി. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മുടെ കീബോർഡിനകത്തേക്ക് വരിക. വരുമ്പോൾ തന്നെ ഇവിടെ കാണാം മോഹൻലാലിൻ്റെ ചിത്രം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കീബോർഡിൽ ആ ഫോട്ടോ ഇവിടെ വരും. ആവശ്യമുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതിൽ ഏത് പിക്ചർ നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കീബോർഡിനകത്ത് ഇവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ആ സ്ക്രീൻഷോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇനി ആ സ്ക്രീൻഷോട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരാളുടെ കീബോർഡ് എടുത്താലും ഇവിടെ കാണാൻ സാധിക്കും. കീബോർഡിനകത്ത് സ്ക്രീൻഷോട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഗാലറിയിൽ പോകേണ്ട, കീബോർഡിനകത്ത് നിന്ന് ആ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് കോപ്പി ചെയ്ത് നിങ്ങളത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കീബോർഡിനകത്ത് വന്നാൽ ആ കോപ്പി മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ടെക്സ്റ്റ് ചെയ്യാൻ മാത്രമല്ല, കീബോർഡിനകത്ത് നമുക്ക് ഇത്തരത്തിൽ ഇമേജുകൾ ആഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട്. അതുകൂടെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.